CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന LDF വടക്കൻ മേഖലാ ജാഥ കാസർഗോഡ് ജില്ലയിൽ പര്യടനം തുടരുകയാണ്. ഉദുമ, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ മണ്ഡലങ്ങളിലാണ് ഇന്ന് പര്യടനം. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് വിവാദമുയർന്ന പയ്യന്നൂരിലാണ് ഇന്നത്തെ ജാഥ സമാപിക്കുക എന്നത് ശ്രദ്ധേയമാണ്. അരുൺ പൂപ്പറമ്പയുണ്ട്. അരുൺ പൂപ്പറമ്പ, വെരി ഗുഡ് മോർണിംഗ്. അരുൺ പൂപ്പറമ്പ, ഇന്നലെ ജാഥ ഗംഭീരമായിട്ട് തുടങ്ങി. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷത്തെയും കേന്ദ്രത്തെയും കടന്നാക്രമിച്ചുകൊണ്ടാണ് ഇന്നലെ മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചത്. കേരളം എന്താ കേന്ദ്രത്തിന്റെ ഭൂപടത്തിലില്ലേ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഉന്നയിച്ചത്. പ്രതിപക്ഷത്തെയും കടന്നാക്രമിച്ചു. ഇന്നിപ്പോ ശക്തി കേന്ദ്രങ്ങളിലൂടെയാണ് കടന്നു വരുന്നതെങ്കിലും സമാപനം പയ്യന്നൂരിലാണ്. പയ്യന്നൂരിൽ ജില്ലാ കമ്മിറ്റി പ്രത്യേകം താല്പര്യമെടുത്ത് കൂടുതൽ ആളുകളെ എത്തിക്കാനുള്ള സാധ്യതയുണ്ട്. പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയ വിവാദങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ സമാപന സമ്മേളനത്തിൽ സെക്രട്ടറി പയ്യന്നൂരിലെ വിവാദങ്ങൾക്കും മറുപടി നൽകാനുള്ള സാധ്യതയുണ്ടോ? അരുൺ പൂപ്പറമ്പ. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. തീർച്ചയായും ഇന്ന് 4 മണ്ഡലങ്ങളിലാണ് LDFന്റെ വടക്കൻ മേഖലാ ജാഥ പര്യടനം നടത്തുന്നത്. അത് ഉദുമ, അതോടൊപ്പം കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂര്, അതോടൊപ്പം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പയ്യന്നൂർ മണ്ഡലത്തിലാണ് ഇന്ന് ജാഥ സമാപിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ രക്തസാക്ഷി ഫണ്ട് വിവാദം, അതോടൊപ്പം തന്നെ അവിടെ വി കുഞ്ഞികൃഷ്ണൻ വിവാദം ഉൾപ്പെടെ നമുക്കറിയാം. അതിൽ എങ്ങനെയായിരിക്കും CPM അതിൽ മറുപടി നൽകുക? പയ്യന്നൂരിൽ തന്നെ ആ ജാഥ എത്തുമ്പോൾ എങ്ങനെ CPM സംസ്ഥാന സെക്രട്ടറിയാണ് ജാഥ ക്യാപ്റ്റൻ, എങ്ങനെ മറുപടി നൽകും എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ സംഘടനാ ശേഷി എല്ലാം ഉപയോഗിച്ചുകൊണ്ട് പരമാവധി ആൾക്കാരെ അവിടെ എത്തിച്ചുകൊണ്ടൊരു ശക്തി പ്രകടനം തന്നെയായിരിക്കും ആ CPM അവിടെ കാഴ്ചവെക്കുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് രാവിലെ ഈ വിവിധ മേഖലകളിലുള്ള പ്രമുഖരുമായി ആ ജാഥ ക്യാപ്റ്റനും സ്ഥിരാംഗങ്ങളും ഇവിടെ കൂടിക്കാഴ്ച നടത്തും. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിലാണ് ആ കൂടിക്കാഴ്ചയുള്ളത്. അതിനുശേഷമായിരിക്കും ആ പര്യടനം നടക്കുക. ആദ്യ പര്യടനം ഉദുമ മണ്ഡലത്തിലാണ്. ഇന്നലെ മഞ്ചേശ്വരം, കാസർഗോഡ് മണ്ഡലങ്ങളിലായിരുന്നു ആ പര്യടനം ഉണ്ടായത്. പൊതുവെ 3ാം സ്ഥാനത്തുള്ള അല്ലെങ്കിൽ താരതമ്യേന ശക്തി LDFന് കുറവുള്ള മേഖലകളിൽ പോലും വലിയ ജനപങ്കാളിത്തം ഉണ്ടായി എന്ന വിലയിരുത്തലാണുള്ളത്. അതോടൊപ്പം തന്നെ ഈ കേന്ദ്ര സർക്കാരിനെതിരെ ഈ കേരളത്തോടുള്ള അവഗണന പ്രധാനമായും ഇനി ജാഥകളിൽ അത് ഊന്നൽ നൽകും, ആ വിമർശനത്തിന് ഊന്നൽ നൽകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. താങ്ക് യു അരുൺ പൂപ്പറമ്പ. താങ്ക് യു അരുൺ.